അടിസക്കേ പഞ്ഞിക്കാരനാണ് നമ്മുടെ സ്വന്തം മാളിയിൽ നിന്ന് നല്ല നാടൻ തട്ടുകട ഭക്ഷണം കഴിച്ചാല. നമ്മുടെ മാളിൽ നിന്ന് അഷ്ടം ചെറുക്ക പോണ വഴിക്ക് പട്ടാളപ്പടിക്കാണ്ട് തനിമ നിറങ്ങിയ നാടൻ തട്ടുകട നിറങ്ങിയ നല്ല നാടൻ വിഭവങ്ങൾ, കപ്പ പൊട്ടി, കപ്പ ബീഫ്, നല്ല തട്ട് ദോശ, ഓംലെറ്റ്, അതേപോലെ നല്ല ചൂട് ചായ സെറ്റായി. ഒരു ചെറിയ കുടുംബം നടത്തുന്ന ഒരു ചെറിയ തട്ടുകടയാണ് കേട്ടോ. അതിൻ്റെതായ പരിമിതി കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരക്ക് പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങളൊന്നും അങ്ങനെ നടക്കൂല. നമുക്ക് നല്ലൊരു സമാധാനം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല നാടൻ ഫുഡ് കഴിക്കാം. ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ടേസ്റ്റിലും യാതൊരു കോംപ്രമൈസ് ഇല്ല. നല്ല നാടൻ ഭക്ഷണം കഴിക്കാം. ഞാനവിടെ നല്ല തട്ട് ദോശയും നല്ല ചമ്മന്തിയും അതിന്റെ സാമ്പാറും കൂടി ഒരു പിടുത്തം പിടിച്ചു. കൂടെ ചെറുതായിട്ടൊരു ബീഫും കൂടി വാങ്ങി. എല്ലാം കൂടി ഇപ്പൊ മൊത്തത്തിൽ കളറായി. അവിടുത്തെ കപ്പയും പൊട്ടിയും കപ്പയും ബീഫും ചപ്പാത്തിയും ബീഫൊക്കെ കൂട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എല്ലാം ഒന്നിനൊന്നും മികച്ചായിരുന്നു. കിടിലായിരുന്നു എല്ലാവരും. നൈറ്റ് ടൈമിൽ ഇവിടെ മാള അഷ്ടം ചെറ ഭാഗത്ത് നല്ല തട്ടുകട ഫുഡ് കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വാക്ക് പറയട്ടെ, നമ്മുടെ തനിമ തട്ടുകട എന്ത് രസമെന്നറിയാം. എല്ലാം കിടിലിനായിരുന്നു. എല്ലാം വെച്ചക്കണ രീതിയും കൊടുക്കണ രീതിയും എല്ലാം മികച്ച തന്നെയാണ് അവിടെ. ഇത് ഞാൻ സെക്കൻഡ് ടൈമാണ് ഇവിടേക്ക് പോകുന്നത്. ആദ്യം പോയപ്പോ കട തുറന്നിട്ടുണ്ടായില്ല. അപ്പോഴാണ് ഇറങ്ങി അന്ന് അവിടെ തുറക്കൂലെന്ന്. പിന്നെ മിസ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇന്നലെ അങ്ങോട്ട് പോയി. ഇന്നലെ പോയപ്പോഴാണ് നേരത്തെ ചെല്ലേണ്ട കട തന്നെയായിരുന്നു നമ്മുടെ തനിമ എന്ന് വെച്ചാൽ. തനിമയോട് കൂടി തന്നെ നല്ല ഫുഡ് തന്നെ, നല്ല കിടിലൻ കട. അത് നമ്മുടെ സ്വന്തം മാൾ. ഇനി നല്ല നാടൻ തട്ടുകട ഫുഡ് കഴിക്കണമെങ്കിൽ വേറെ എവിടെയും പോകണ്ട. നമ്മുടെ മാളയ്ക്ക് അഷ്ടം ചെറിയ നമ്മുടെ സ്വന്തം പട്ടാളപ്പടിക്കേട്ട് പോയാൽ കൂടെ വന്നവര് ഹാപ്പി. നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയതിൽ ഞാൻ ഹാപ്പി. എനിക്ക് നല്ല ഫുഡ് തരാൻ പറ്റില്ല അവര് ഹാപ്പി. അപ്പൊ മൊത്തത്തിൽ കളറാണ് നയിക്കാം. അപ്പൊ പഞ്ഞിക്കാരൻ പോണേനെ സുലാൻ.